കണ്ടിട്ടും അവർ നഗരസഭക്കാരെ സ്വാധീനിച്ചിട്ട് അവർക്ക് തിരുവനന്തപുരം എന്താണ് എവിടെയുള്ളൊരു പക്ഷെ അവര് നഗരസഭയിലെ റെസൊല്യൂഷൻ പാസ്സാക്കി എന്നിട്ട് റിസോൾവിംഗ് ടു തിരുവനന്തപുരം അതിനൊപ്പം അതിന് ബഡ്ജറ്റ് മാറ്റി വെച്ചു. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ സന്തോഷത്തോടെ തിരിച്ചു വന്നിട്ട് മേയർ ജയൻ ബാബു കമ്മ്യൂണിസ്റ്റ് മേയറുടെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾക്കിതിനെ നമ്മുടെ നഗരസഭയിൽ സ്വീകരിക്കാൻ ആവശ്യമുള്ള ശരിയായി. അദ്ദേഹം ചെയ്തില്ല, കൊണ്ടുവന്നില്ല. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിച്ചു. എന്ത് പറ്റി, എന്തുകൊണ്ടാണത് സംഭവിക്കാത്തത്? നമ്മളുടെ UDF കൗൺസിലർമാർ കുറച്ച് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. അദ്ദേഹം ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇലക്ഷൻ വന്നു. അദ്ദേഹത്തെ പാർട്ടി മാറ്റി മേയർ ചന്ദ്രിക വന്നു. മേയർ ചന്ദ്രികയ്ക്ക് ഇനി മറുപടി വരാതിരിക്കാൻ സാധിക്കില്ല. അതിന് മറുപടിയായിരുന്നു ഞങ്ങൾക്കിത് ചെയ്യാൻ അവകാശമില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? എത്ര ഇന്ത്യൻ നഗരങ്ങൾക്ക് ട്വിൻ സിറ്റി അറേഞ്ച്മെന്റ്സ് ഉണ്ട്. അത് മാത്രമല്ല, ഭാഷകൊണ്ട് ആത്മാർത്ഥത എല്ലാവരും കണ്ടിട്ടുണ്ട്. അവർ ഉദ്യോഗസ്ഥന്മാരെ അയച്ച് നമുക്ക് സംസാരിക്കാൻ, ഒരു കൾച്ചറൽ ട്രൂപ്പിനെ അയച്ചിട്ട് ടാഗോർ തിയേറ്ററിൽ ഭയങ്കര മ്യൂസിക് കോൺസേർട്ടൊക്കെ നടത്തി. അവർക്ക് നമ്മളുടെ നഗരത്തിൽ ഇൻട്രസ്റ്റ് എടുക്കുമ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ട് ചെയ്തില്ല? അവർ ചെലവിൽ നമ്മളുടെ ഇവിടുന്ന് ചില ഡാൻസ് ഗ്രൂപ്പ്സിനെ ബാഴ്സലോണയ്ക്ക് അവർ ക്ഷണിച്ചു. അപ്പോൾ അത്രത്തോളം ആത്മാർത്ഥത കാണിച്ചൊരു നഗരത്തിനെ നമ്മൾക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചുകൂടാ? പിന്നെ ചന്ദ്രിക ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ അവകാശമില്ല. ഞങ്ങൾ അവകാശം ഉണ്ടെന്ന് മാത്രമല്ല, അഥവാ നിങ്ങൾക്ക് വലിയൊരു ഫോമൽ അനുവാദം വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്, ഞാൻ ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ എന്നെ നിങ്ങൾക്കൊരു പെർമിഷൻ വാങ്ങിച്ചാൽ നിങ്ങൾ റെസൊല്യൂഷൻ പാസ്സാക്കൂ. ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ വിഷയത്തിനെ ചർച്ചയും കൂടി ചെയ്യാൻ സമ്മതിച്ചില്ല അവർ. ഈ സങ്കുചിത രാഷ്ട്രീയ താല്പര്യക്കാരും മാത്രമാണ് ഈ പ്രോജക്റ്റ് ലാപ്സായി പോയത്. ഒരു വർഷം കഴിഞ്ഞാൽ ബാഴ്സലോണയുടെ ആ റെസൊല്യൂഷൻ ഇൻവാലിഡായി. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിന് വീണ്ടും അവർ പറഞ്ഞു നിങ്ങൾ വന്ന് ആവശ്യപ്പെട്ടാൽ നമ്മൾ വീണ്ടും പാസ്സാക്കാം. പക്ഷേ അതിനുവേണ്ടി ഞാൻ പറഞ്ഞു എനിക്ക് ഈ CPM സർക്കാരിന്റെ ഓപ്പോസിഷൻ ഉണ്ടെങ്കിൽ പിന്നെ എന്താ ഞാൻ ചെയ്യാൻ പോണത്? അതുകൊണ്ട് അതിനെ പാസ്സാക്കിയില്ല. പിന്നെ 1.5 വർഷം കഴിഞ്ഞിട്ട് ബാഴ്സലോണയിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മൾക്ക് അനുകൂലമായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടി ഇലക്ഷൻ തോറ്റു. അതോടെ ആ പദ്ധതി പോയി. പക്ഷേ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്, അഥവാ ആ റെസൊല്യൂഷനെ ആ സമയത്ത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരിത് കോൺഗ്രസ്സുകാരും കൊണ്ടുവന്ന പദ്ധതിയാണെന്ന് ചിന്തിക്കുന്ന പകരം നമ്മളുടെ ജനങ്ങൾക്കും നമ്മുടെ നഗരത്തിലും ഗുണം ചെയ്യുന്ന ഒരു പദ്ധതിയായി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഗുണം എപ്പോൾ കൂടി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ മനസ്സുള്ള രാഷ്ട്രീയക്കാരുള്ള കാരണമാണ് കേരളത്തിന്റെ വളർച്ചയും കേരളത്തിന്റെ വികസനം ശരിയാവാത്തത്. എനിക്കൊരു സംശയവുമില്ല. നോമ്പ് തുറക്കാനുള്ള സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നോമ്പ് മുറിക്കാനുണ്ടെങ്കിൽ ദയവായി നേരെ ഉള്ളിലേക്ക് പോവുക, നിങ്ങളുടെ നോമ്പ് തുറക്കുക. അപ്പൊ ശരിക്കും സാറ് പറഞ്ഞ് ബാഴ്സലോണയെ ട്വിൻ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള കഥ ഇതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഞാനിപ്പോ അടുത്ത ചോദ്യം ചോദിക്കും. ഉണ്ടോ? വരും. ഇതൊരു ഇന്ററാക്ഷൻ അല്ലേ, അപ്പൊ ചോദ്യങ്ങൾ തന്നെ വേണ്ട എല്ലാവരും. I have 2 questions. Sure. For the sake of food. നിങ്ങൾ ചോദിക്കുന്ന ഭാഷയിൽ മറുപടിയും പറയാം. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ ask in English or Malayalam. Okay. For the sake of food state, I would like to ask what law that is very nonsensical or irrational would you like to pass? Yeah. I don't want to pass a nonsensical law. No, but you can draft one and you can send it. Like for the sake of food state. I've drafted a law which some people may consider nonsensical, but which I believe is very important for us. That law says that any state that does not have a high court bench will be authorized to create a high court bench in the state capital by law. You see, many states, they have benches in the capital. Most states have in the capital and also in other places. Kerala is one of only 3 states where the capital city does not have a high court bench. And the irritating thing is 80% of the cases in the high court, the government is a party, which means that our wonderful officials are spending our taxpayers' money, 5 crores a year, just collecting TA, DA, going to Kochi to appear in court and coming back, and neglecting their duties here. So it isn't actually all that nonsensical. I wanted that law passed so that by law we would have a high court bench here. Otherwise, we need the permission of the Chief Justice of Kerala, and the Chief Justice of Kerala considers himself or herself bound by the views of the majority of High Court judges, and they are not in favor of moving a bench to Trivandrum. They want to sit comfortably in Kochi and be bitten by Kochi mosquitoes, but they don't want to come and bring justice to Tiruvandhuram. So for this reason, I thought if we can't get the judiciary to agree, then we should definitely get the law passed. But unfortunately, I couldn't get it done. I did introduce the bill in Parliament, and I spoke to the then BJP law minister, who said, we will not agree, we will not help you.
BJP again politics once again. ട്രിവാൻഡ്രം മാത്രമല്ലല്ലോ, ഒത്തിരിയധികം സിറ്റീസ് ഇതിൽ എഫക്റ്റഡ് ആകുമല്ലോ അല്ലേ? ഇല്ല, ആകെ 3 സംസ്ഥാനമേ ഉള്ളൂ തലസ്ഥാനത്തിൽ ബെഞ്ചില്ലാത്തത്. ഒന്ന് കേരളം, അത് നമ്മുടെ വലിയൊരു ആവശ്യമാണ്. 56 വരെ നമുക്കിവിടെ ഹൈക്കോടതി ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അവർക്ക് വലിയ പ്രശ്നമാണ് നമ്മുടെ ലോയർ കമ്മ്യൂണിറ്റിക്കൊക്കെ. രണ്ടാമത് സംസ്ഥാനം ഒഡീഷയാണ്. പക്ഷെ കട്ടക്കും ഭുവനേശ്വരും ആകെ 30 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പൊ ശരിക്കും ഒരു നഗരം പോലെ തന്നെയായി. അതുകൊണ്ട് അവർക്ക് ഇത് ഈ പ്രശ്നമില്ല, നമ്മളെ പോലെ TAD എടുക്കലും പോയാലും വരലും ഒന്നുമില്ല. മൂന്നാമത്തത് മധ്യപ്രദേശിലെ ഭോപ്പാലിലെ ഹൈക്കോടതി ബെഞ്ചില്ല. പക്ഷേ മധ്യപ്രദേശിൽ 4 ഹൈക്കോടതി ബെഞ്ചുണ്ട്. അവർക്ക് ഇൻഡോറിലുണ്ട്, അവർക്ക് ജബൽപൂരിലുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇതൊന്നും പ്രശ്നമേ അല്ല, അവിടെ ഒരു വിവാദമില്ല. അപ്പൊ ശരിക്കും ഈ ലോ പാസ്സാക്കിയത് ഭാരത സർക്കാരിന് വലിയ നഷ്ടമൊന്നുമില്ല. ഒരു സ്ഥലത്തിലേത് ശരിക്കും നടപ്പിലാവുള്ളൂ. അതുകൊണ്ട് അത് ഈ നോൺസെൻസിക്കൽ ലോ ആണെങ്കിലും അത് നടക്കാൻ എൻ്റെ ഒരു നല്ലൊരു ആഗ്രഹമുണ്ട്, അഥവാ ഞങ്ങളുടെ ഭരണം വന്നാൽ. One more question. As a person who always advocated for women's rights and women empowerment, what specific initiatives would you like to implement in the future if you get elected this year, considering the fact that all the female voters are going to vote for you within this constituency? You know, I think what I'm going to do is I'm going to get the answer to come to me from women voters. Okay, every time I've tried to speak for women, I've got a pushback from them. One example is that, like these private members' bills, I introduced one guaranteeing paid menstrual leave for women. And I got massive pushback from women saying, do you realize that if your law passes, it will become more difficult for women to get jobs because the employers will say, we're going to get 2 days work less or 3 days work less every month from this employee, let's take a man instead. Now, I never thought of that. So I quietly I did introduce the law, but I stayed quiet and didn't push it further. It can be still optional. I mean, it can be still optional. It could be done optional, but the worry is that the employers may be scared away from such a law. Now, another thing that I had proposed is that, unlike most countries, you see, we have the entire onus of maternity leave is on employers. So if you are working in a company, by law you are entitled to maternity leave, but the employer gets no subvention anyway. Whereas in many countries, ചൂട് എപ്പോഴും ആഗ്രഹമുണ്ട്. ഈ mic is going in and out. Okay, so the issue there was, why can't the government of India contribute to the maternity leave costs of a woman employee, which will, I thought, encourage employers to hire more women. അതും ഒരു ലോജിക്കൽ അല്ലേ? ഇതിലും ഇതുവരെ എനിക്ക് 100% സ്ത്രീകളുടെ ഓർഗനൈസേഷൻസിന്റെ പിന്തുണ ഇല്ല. ബാക്കി പിന്നെ എല്ലാ ഡെമോക്രസീസിലും മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിലും ഇതാണ് നോർമൽ. അപ്പൊ നമുക്കിത് ചെയ്തു കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിൽ സർക്കാരിന്റെ ഒരു പെൻഷൻ ഫണ്ട് പോലെ ഒരു സാധനമുണ്ട്, സിംഗപ്പൂർ ഫോർ എക്സാമ്പിൾ. അപ്പോൾ അവിടെ എംപ്ലോയേഴ്സിന് by law they have to contribute a portion anyway, rest is given by the fund. But in many Western countries, for example, the government will pay a good portion, 50%, 60% in some cases. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എംപ്ലോയേഴ്സ് ഒരു നഷ്ടം ഇല്ല, ചെറിയ നഷ്ടമുണ്ടായിരിക്കും, but they're getting a good quality employee as well who is happy. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ വിമൻസ് ഓർഗനൈസേഷൻസിന്റെ അഭിപ്രായം എനിക്ക് വേണം. You'll be surprised, ma'am, very few people from women's organizations have come to me pushing issues. Women have come to see me pushing, for example, children's issues. But very few, and then there are special interest groups like, for example, sex workers, transgender persons, LGBTQ. Avarikku vannittilla. പക്ഷെ ഇങ്ങനെ women in society in general, I've had very little pressure from women's groups saying, we need to do this, can you get it done? So I'm very happy to welcome more initiatives by you before I start advocating something from my common sense. ഞാൻ ഇരുന്നാൽ എല്ലാവർക്കും കാണാൻ സാധിക്കുമോ എന്നാണ് പ്രശ്നം. അടുത്ത ചോദ്യം എവിടെ നിന്നാണ് വരുന്നത്? Hi sir, I had a question regarding the state of Indian politics and how we see so little young people getting involved. How would you advocate we step into politics and navigate the party system more importantly? It's a tough one, and in fact I have actually suggested again another private member's bill that there should be 5 seats reserved in Parliament for people under 35 who contest and lose the election. They're the 5 best losers in the country, or maybe even the 10 best losers, but that's something which can be negotiated in the discussion. The idea being that
most young people don't get a ticket from a regular party. Those who do are either sons or daughters or nephews or nieces of established political families. And therefore a regular person who is from a professional background or even just a regular non-political family will rarely get an opportunity to get involved. Even if you join a party and start working for them, it will take you years to establish. For example, in Congress, you will first have to start in the KSU, demonstrate your energy and your commitment, take a few blows from police lathis, then graduate to the Indian Youth Congress, take a few more blows from police lathis. Then you come and, if you're lucky, they'll make you a councillor. If you stand out there, maybe you'll get a chance for an MLA ticket after many, many years of service. Now, the result of all this is true in all parties, not only Congress. So the result at the end of all of this is that we have the world record for the biggest gap between the average age of the population and the average age of the cabinet. The world record is ours. The average age of our population is 28 and the average age of our cabinet is 64. So that's no good, and we all accept that this is not the right way to go. So what do? That was one suggestion. Another suggestion would be to make it mandatory, just like with a women's reservation bill, to oblige parties to ensure that some percentage of seats are reserved, for tickets are reserved. But the answer to that, unfortunately, many people say, they'll give all the losing seats, the ones that the regulars don't want to fight, will be given to these young people so they can cut their teeth. I said, even that is better than nothing. Let them have a chance to contest and so on. Now, there are also a couple of practical considerations. If you come from a typical educated middle-class professional family, you don't really want to get into politics as a young person because you first ideally need to acquire your educational and professional credentials and ideally start a profession, start your family, take care of your basic social obligations, and then go in for politics. I think there is nothing worse than people who go into politics as a full-time career and seek to make money from it. Because to my mind, politics is supposed to be about service and not about making money. And yet, sadly, for many people, because they have no other career, this has become their principal source of money, and this is what has engendered some of the sins of Indian politics that we've all seen and heard, including, unfortunately, bribe-taking, extortion, corruption, and so on and so forth. So I would urge you all, don't wait as long as I did. I came into politics at the age of 51. That's a bit late. But if you came in, say, after having done some work, put some money in the bank, secured your family, ensure that everything is fine, say come in your late 30s, early 40s, you still have enough years in you to make a major contribution to your community or your country, but you also will not need to see politics as a way to try and sort of make your living. Now, by the way, the report that is being handed out to some of you, I hope there are more copies, is available in English and in Malayalam, so those who want it in English can ask for it in English. They're handing out Malayalam copies. But one more thing is that for those of you who prefer to go online, it's on www.shashitharoor.in. Not .com, but .in. If you go there, you'll find this whole report in both Malayalam and English. Right. We definitely know that he's not corrupt because he's not reliant on politics to make his living. So, yeah, who's Ara? Enda pere? Pere parangya chodham chodikane. Sir, first of all the very best for the coming elections. So my name is Navneet Krishnan. Thanks, Navneet. I would love to, I would like to ask you regarding, see, the sustainability of energy is being a global challenge. So we have a good example in Kerala as a Kochi PPP model. They have a fully functional airport solar model. So we in Trivandrum, is there any food for thought, any sustainable energy institution so that we can be we can set an example? Yeah, I heard your question, to which I don't have a good answer. Other than that, we do have some institutions with sufficiently large acreage that they could easily have an array of solar panels that will not only meet their needs but exceed them and contribute to the grid.
At the moment, the only substantial institution I know of in my parliamentary constituency that has gone the sustainable solar energy route is the NIMS hospital in Neyatingara, which already gets 40% of its energy from solar, and they're constructing new solar panels. They say within 3 years they'll not only be 100% solar, but they will also be able to generate extra electricity for the grid. I think we should be able to do this in any large campus, and I'm sorry that we're not doing enough of it. Maybe in our country we need to give some tax incentives. If you do this, we'll give you a break. But the problem is, of course, our state government is not terribly imaginative in these matters, and they would much rather collect tax on unsustainable sources of energy, including the rather punitive state tax on petrol and diesel. We all blame the BJP rightly for their petrol and diesel taxes. But the state government has raised petrol and diesel taxes in Kerala much more than any of our neighboring states. So I don't know if they will be tempted by this idea. But my view is your point is very well taken, and we should certainly consider doing that. This summer already, I'm afraid, there's bad news for all of us. They're expecting a bad monsoon. Already in April, the normal April showers are not being predicted. And that means that we're going to have a dry, hot April. Our reservoirs will be low. We will not have enough hydroelectricity being generated. And we may all be living through terrible power cuts. Had we had solar panels, it would be much different. Secondly, every new house being built, we could easily pass a state law that says you cannot build a house in Kerala or even renovate a house in Kerala without putting solar panels on your roof. And the solar panels can necessarily be subsidized by the state, or you can have a tax break for doing so. But these are not difficult things to accomplish. Sadly, our government has not chosen to take that route. But remember, the state government elections are in 2026. I'm fighting for the Lok Sabha elections. After that, we can talk about what we can do to change the state. I have many, many ideas, but this is not the time. അടുത്ത ചോദ്യം ആരാ പോരട്ടെ സോ the question നമ്മുടെ പൊസിഷനും എല്ലാ പാർട്ടീസും ഡെവലപ്മെന്റ് വികസനം കുറെ സംസാരിക്കുന്നുണ്ട്. സാറിന്റെ ഒപ്പീനിയനിൽ എന്താണ് വികസനം, എന്താണ് അടുത്ത 5 വർഷം നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? വാട്ട് ഇസ് യുവർ ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ ഓഫ് ട്രിവാൻഡ്രം ഫോർ ദ നെക്സ്റ്റ് 5 years? Right. Sorry. Sorry, one more. It's a continuation of this. കഴിഞ്ഞ 15 years ആയിട്ട് സാറിന് എടുത്തു പറയാൻ പറ്റുന്ന ഇവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവന്ന ഏരിയാസ് ഏതൊക്കെയാണ്? ശരി. അപ്പൊ അതാണ് ഈ 66 പേജിന്റെ റിപ്പോർട്ട് നമ്മുടെ വികസന പ്രവർത്തനത്തെ കുറിച്ച് മാത്രമാണ്. അപ്പൊ ഒന്ന് ദയവ് ചെയ്ത് വായിച്ച് നോക്കണം. ഞാൻ ഹെഡ്ലൈൻസ് മാത്രം പറയാം. ആക്ച്വലി അവർക്കൊരു കോപ്പി ഇപ്പോഴേ കൊടുത്തോളൂ പോയി. ഹെഡ്ലൈൻസ് മാത്രമാണെങ്കിൽ ഞാൻ വന്നപ്പോൾ ഞാൻ ഇറങ്ങിയത് ഒരു ദയനീയ അവസ്ഥയായൊരു എയർപോർട്ട്, ഒരു ടെർമിനൽ ശംഖുമുഖത്ത് മോശ സ്ഥിതിയായിരുന്നു. ഞാൻ കാറിൽ കയറി വരുമ്പോൾ ശംഖുമുഖം വഴിക്ക് ആകെ ഒരു 2 പേരും കൂടി പറയാൻ ബുദ്ധിമുട്ടായിരുന്നു. 1.5 വഴി പാതയായിരുന്നു. നഗരത്തെത്തുമ്പോൾ ടെക്നോ പാർക്കിൽ 16,500 വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ചില അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ഒരിക്കലും ഈ ഭാഗത്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയിൽ എല്ലാം വെച്ച് പോയ ടെക്നോ പാർക്കായിരുന്നു, പക്ഷേ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അതിന് മുമ്പിൽ പോകുന്ന 2 വരി പാതയുണ്ടായിരുന്നു. 45 വർഷമായിട്ട് നാഷണൽ ഹൈവേ ബൈപ്പാസിൻ്റെ പദ്ധതി തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു. ഓരോരോ MP-മാർ വാഗ്ദാനം കൊടുത്തു, ആർക്കും പൂർത്തിയാക്കാൻ സാധിച്ചു. വെറുതെ അവിടെ കിടക്കുകയായിരുന്നു. ആൾക്കാർ എന്നോട് വന്ന് പറഞ്ഞു, സാറേ ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ ഈ പാത കെട്ടിത്തരും, അല്ലെങ്കിൽ ഈ ഭൂമികൾ ഞങ്ങളുടെ ഈ കല്ലുകൾ ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് മാറ്റിത്തരും, അത് ഞങ്ങൾക്ക് നമ്മുടെ ഭൂമിയെ കൂടി ഉപയോഗിക്കാനൊരു മാർഗമില്ല. അങ്ങനെ ഒരു സ്ഥിതിയിൽ, അത് മാത്രമല്ല, അഥവാ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആസ്പത്രി പോകണമെങ്കിൽ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കൂടി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താണ് 15 വർഷം കഴിഞ്ഞ എൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ, ഞാൻ ഈ 45 വർഷം തടസ്സപ്പെട്ട ഹൈവേ ഞാൻ യാഥാർത്ഥ്യമാക്കി. അത് എൻ്റെ ശ്രമത്തെ കൊണ്ട് മാത്രമാണെന്ന് അത് എല്ലാവർക്കും അറിയാറുണ്ട്. എൻ്റെ ആദ്യത്തെ ടേമിൽ ചെയ്താൽ 3 മന്ത്രിമാരെ കണ്ടു, ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ വീട്ടിൽ വിളിച്ചിട്ട് അവർക്ക് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. UPA സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ ഇത് ഉൾപ്പെടുത്തി. എന്നിട്ട് ഇവിടെ ഭാഗ്യത്തോടെ നമ്മുടെ ഒരു ഭരണമാറ്റം വന്നു. അതുകൊണ്ട് കോൺഗ്രസ് സർക്കാർ ഇവിടെയും വന്നു. ഉമ്മൻചാണ്ടിയുടെ ലാൻഡ് ആക്വിസിഷന് പെർമിഷൻ കിട്ടാൻ ആവശ്യപ്പെട്ടു, അദ്ദേഹം ചെയ്തു. എന്നിട്ട് എല്ലാം ഒരു വർഷത്തിനകം നടത്തിയില്ലെങ്കിൽ വീണ്ടും ലാപ്സാകും. ഇത് 2-3 തവണ മുമ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് സർവേയർമാരെ പുറകെ ഓടി സർവേ സമയത്ത് നടത്താനും ഗസറ്റ് നോട്ടിഫിക്കേഷൻ വേറെ പ്രിന്റിംഗ് പ്രസ് കൂടി വിളിച്ചിട്ട് സമയത്തിന് പ്രിന്റ് ചെയ്യണം നിർബന്ധിച്ചിട്ട്
അവസാനത്തിൽ എല്ലാം ശരിയായി. NHIന്റെ ഫൈനാൻസ് മെമ്പറെ വിളിച്ചിട്ട് ആദ്യത്തെ ചെക്കുകൾ തിരുവനന്തപുരത്ത് സമയത്ത് എത്തണം പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ നിന്ന് 2014 തെരഞ്ഞെടുപ്പ് മുമ്പ് തന്നെ കൈമാറി എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഞാൻ പറയട്ടെ, രാഷ്ട്രീയത്തിൻ്റെ ഒരു വേറെ ഉദാഹരണമാണ്. ഇപ്പോൾ നമ്മൾ BJP കാര്യങ്ങൾ പോയി പറയുന്നതൊക്കെ BJP കെട്ടിയ റോഡാണ്. ഞാൻ ഇടപെട്ടിട്ട് മാത്രമാണ് എല്ലാ ക്ലിയറൻസും എല്ലാ സ്റ്റേജും നടന്ന ശേഷം ഭൂമി മേടിക്കാൻ സാധിച്ചതും കൂടി. അത് കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ ആരംഭിച്ചു. പിന്നെ BJP സർക്കാർ വന്നപ്പോൾ ഞാനാണ് അവരുടെ മന്ത്രി ശ്രീ ഗഡ്കരിയുടെ ഒപ്പം സഹകരിച്ചതും അദ്ദേഹം എൻ്റെ ഒപ്പം സഹകരിച്ചു. ഓരോ 103 സ്ഥലത്തിൽ പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ചില ഭാഗത്ത് സമരം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ റോഡ് വേണ്ടെന്നൊക്കെ പറയും. എന്താണ് അവരുടെ ആവശ്യങ്ങൾ, അവർ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഓരോരോ സ്ഥലത്ത് പോയി ചിലവിടെ ഒരു ഓവർപാസ്, ചിലർ അണ്ടർപാസ്, ചിലർ ഇന്റർചേഞ്ച്, ട്രാഫിക് ലൈറ്റ് ഇതെല്ലാം പറഞ്ഞിട്ട് അതിൽ അവർ വിഷയങ്ങൾ മനസ്സിലാക്കി നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് കൊണ്ടുവന്നിട്ട് അവർക്കിത് പഠിപ്പിച്ച് കൊടുത്തിട്ട് അവരുടെ അനുവാദം മേടിച്ചിട്ട് പിന്നെ ഞാൻ ഡൽഹിയിൽ പോയി മന്ത്രി ഗഡ്കരിയെ കണ്ടിട്ട് അദ്ദേഹത്തെ പെർമിഷൻ മേടിച്ചിട്ടാണ് ഈ റോഡ് ഇപ്പോൾ ഫുള്ളി പൂർത്തിയായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത്. ഞാൻ അഭിമാനത്തോട് പറയാം, കേരളത്തിൽ ഈ നാഷണൽ ഹൈവേ 66 വേറെ ഏത് സെഗ്മെന്റും ആയിട്ടില്ല. ഇറ്റ്സ് സപ്പോസ് ടു ബി എ ഹൈവേ ടു കന്യാകുമാരി. നിങ്ങൾ തമിഴ്നാട് ബോർഡർ വരെ എൻ്റെ റോഡ് എത്തിയിട്ടുണ്ട്. കാരോട് കഴിഞ്ഞാൽ ഒന്നുമില്ല. അതിന് കാരണം എന്താണ്? BJP ഭരണം ഹോൾ ഓഫ് ഇന്ത്യയിലാണല്ലോ. ഈ 10 വർഷം BJP ഭരിച്ചിട്ടും അതിലത്തെ 5 വർഷക്കാലം അവർക്ക് ഒരു കന്യാകുമാരി MP ഉണ്ടായിട്ടും കൂടി ആ 5 വർഷത്തെ കന്യാകുമാരി MP MOS മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഹൈവേസും കൂടി ആയിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഇങ്ങനെ ഒരു കഠിന പ്രവർത്തനം ചെയ്യാൻ, ആ പെർസിസ്റ്റൻസ് ഓടെ പ്രവർത്തിക്കാൻ എനിക്ക് മാത്രമേ സാധിച്ചുള്ളൂ. അപ്പോൾ ഞാൻ അഭിമാനത്തോടെ പറയാം, അത് ഒരു ഉദാഹരണം. തിരുവനന്തപുരത്തിന് 2 ടെർമിനൽ കണ്ടുവല്ലോ. ഒരു സ്പാങ്കിങ് ഇന്റർനാഷണൽ ടെർമിനൽ ഉണ്ട്. ഞാൻ കണക്ടിവിറ്റി സമിറ്റ്സ് നടത്തിയിട്ട് 18 എയർലൈൻസ് ഇവിടെ വിളിച്ചിട്ട് കൂടുതൽ ഫ്ലൈറ്റ്സ് ഇവിടെ കൊണ്ടുവരുന്ന ആവശ്യപ്പെട്ടു. കാരണം ഫ്ലൈറ്റ്സ് വന്നാലേ നമ്മളുടെ എക്സ്പാൻഡ് ചെയ്യുള്ളൂ. ടെക്നോ പാർക്കിന് വേണ്ടിയിട്ട് ഞാനാണ് ആദ്യം ഓറക്കിൾ കമ്പനിയോടൊപ്പം സമ്പർക്കം ചെയ്തിട്ട് അവരോട് തിരുവനന്തപുരത്ത് ഗുണം പറഞ്ഞിട്ട് വീഡിയോ കോൺഫറൻസ് ചെയ്തിട്ട് അവരോട് ഇവിടെ ഒരു കമ്പനി സ്ഥാപിക്കാൻ പറ്റും. ഓറക്കിൾ ഹസ് കം ടു ടെക്നോ പാർക്ക്. അതുപോലെ തന്നെ നിസാൻ അവരുടെ IT ഹബ് ശ്രീ ടോണി തോമസിനൊപ്പം സമ്പർക്കം ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. കാരണം അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു അഷുറൻസ് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ അവരുടെ ഡയറക്റ്റ് ഗവർണിംഗ് ബോഡിയിൽ ചില ഫ്രഞ്ച് മാതൃഭാഷ വ്യക്തികളുണ്ടായിരുന്നു. അവരോട് അവരുടെ ഭാഷയിൽ തിരുവനന്തപുരത്ത് ഗുണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവർ വോട്ട് കിട്ടിയത് ഈ മാസത്തിൽ നിസാന് വന്നു. അതുപോലെ തന്നെ പിന്നെ ടെക്നോ പാർക്കിൻ്റെ ടോറസ് ഡൗൺ ടൗൺ പ്രോജക്റ്റ് ടെക്നോ പാർക്ക് ഫേസ് 3 സ്ഥാപിച്ച ഞാൻ അവരെ ഇവിടെ ക്ഷണിച്ച് അവർ അന്താരാഷ്ട്ര നേതാക്കളെ കണ്ട് സ്ഥലം കാണിച്ചു കൊടുത്ത് സംസാരിച്ചാണ് ഇതിനാക്കിയത്. ഏൺസ്റ്റ് ആൻഡ് യങ് അവർ ചെറിയൊരു സ്ഥാപനം ഇവിടെ അടയ്ക്കാൻ പോവായിരുന്നു. ഞാൻ കണ്ടു, ഉമ്മൻചാണ്ടി കണ്ടവരൊപ്പം. എന്നിട്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നില്ല. ഞങ്ങൾ വെറും തിരുവനന്തപുരത്ത് വേണ്ടി വാദിക്കുന്നവരായിട്ട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ അടയ്ക്കുകയല്ല ചെയ്യേണ്ടത്, നിങ്ങൾ തുടരും മാത്രമല്ല നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം. എന്നിട്ട് അവർ എക്സ്പാൻഡ് ചെയ്ത് നൗ ദേ ഹാവ് ഹോൾ ബിൽഡിംഗ്, ഒരു കെട്ടിടം നിറയുണ്ട് ഏൺസ്റ്റ് ആൻഡ് യങ്ങിൻ്റെ തിരുവനന്തപുരത്ത്. ടെക് മഹീന്ദ്രയോടൊപ്പം ഞാനാണ് സമ്പർക്കം ചെയ്തത്. എനിക്ക് പഴയ ബന്ധമുണ്ട് ഷാനന്ദ് മഹീന്ദ്രയോടൊപ്പം. അങ്ങനെ ആ ടെക് മഹീന്ദ്ര വന്നിട്ട് ഇവിടെ ടെക് മഹീന്ദ്രയുടെ ഒരു ഓഫീസ് സ്ഥാപിച്ചു. ഇങ്ങനെയുള്ള എക്സ്പാൻഷൻ എന്താണ് ഇപ്പോൾ ആ 17,500 വ്യക്തികളിപ്പോൾ 70,000 ആയിട്ടുണ്ട് ടെക്നോ പാർക്ക്. അവർക്ക് വേണ്ടിയുള്ള സംവിധാനം കൊണ്ടുവരാനും കഴക്കൂട്ടം സ്റ്റേഷനിൽ ആകെ രാവിലെ ഒരു ട്രെയിനും ഉച്ചയ്ക്ക് ഒരു ട്രെയിനും മാത്രം നിൽക്കണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി ശരിക്കും സംഘർഷം നടത്തി ചെയർമാൻ റെയിൽവേ ബോർഡിനെ കണ്ടിട്ട് മന്ത്രിമാരെ കണ്ടിട്ടുമാണ് ഇപ്പോൾ 8 ട്രെയിനുകൾ നിൽക്കുന്നത്. പ്ലസ് നിങ്ങൾക്കറിയാം, ഇത് ടെക്നോ പാർക്കിൽ തൊഴിൽ കൂടുന്നത് മാത്രമല്ല, ഈ വന്നവരെല്ലാവർക്കും വീട് വാടക കഴിക്കണം, റെസ്റ്റോറൻറ്റ് പേര് ഭക്ഷണം കഴിക്കണം, കുപ്പായങ്ങൾ മേടിക്കണം, ചെരുപ്പ് മേടിക്കണം, ഓട്ടോയിൽ കയറണം, ടാക്സിയിൽ കയറണം. അവർക്ക് എല്ലാവർക്കും ഇവിടെ തിരുവനന്തപുരത്ത് പണം ചെലവാക്കാനുള്ള കാരണങ്ങളുണ്ടാവും. അത് നമ്മളുടെ സാധാരണക്കാർക്ക് ഗുണവും ചെയ്യും. അപ്പോൾ അതാണ് വികസനത്തിൻ്റെ വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നന്മയാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഫോർ ഡെവലപ്മെൻറ്റ് ഇസ് ഫോർ പീപ്പിൾ. അതാണ് എൻ്റെ ബേസിക് മുദ്രാവാക്യം. അത് മാത്രമല്ല, പിന്നെ ടെക്നോ പാർക്കും ഹൈവേയും ഞാൻ പറഞ്ഞു, എയർപോർട്ടും ഞാൻ പറഞ്ഞു. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. അത് എൻ്റെ കാലത്ത് എൻ്റെ ആദ്യത്തെ വന്ന ഡോക്ടർ മൻമോഹൻ സിംഗാണ് വന്നത്, പിന്നെ ഇനോഗ്രേഷൻ ചെയ്തത്. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഗവർണിംഗ് ബോഡി അംഗമായി ഞാനാണ് അവിടെയും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വരാൻ ഇറങ്ങിയതും. അതുമാത്രമല്ല, അതിപ്പോൾ കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ BJP ഭരണ സമയത്ത് BJPയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്ററും ഹെൽത്ത് മിനിസ്റ്ററും രണ്ടാളും ഓരോരു കോൺട്രിബ്യൂഷൻ മേടിച്ചിട്ടാണ് ഈ ബ്ലോക്ക് കെട്ടുന്നത്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ നാടിന് നന്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ളതെല്ലാം ഞാൻ ഇറങ്ങി ചെയ്തിട്ടുണ്ട്. ഞാൻ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഭാവിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒന്ന്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടരണം. പ്രതിസന്ധികൾ സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് കഴിവുള്ളൊരു MP ഉണ്ടോ? തെളിവ് കോവിഡ് സമയത്ത്
ഞാൻ ഇന്ത്യയുടെ ആദ്യത്തെ MP ആയിരുന്നു. ആ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച ദിനം തന്നെ ഏർജന്റ്ലി നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിലും അവർക്ക് PPE എക്വിപ്മെന്റ്, ഗൗൺസ്, മാസ്ക്, ഗ്ലൗസ് ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ MP ഫണ്ട് ചെലവാക്കി ഉടനെ എത്തിച്ചു. RT-PCR ടെസ്റ്റ് കിറ്റ്സ് ആദ്യത്തെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത പൂനെയിലത്തെ ഫാക്ടറിയിലത്തെ ആദ്യത്തെ ബാച്ചിലത്തെ ഒരു ഭാഗം തിരുവനന്തപുരത്ത് എത്തിച്ചു. അതിൻ്റെ ഒപ്പം ആ കാലത്ത് നമ്മൾ വിദേശത്ത് നിന്ന് മേടിക്കരുതൊക്കെ അതിനെ എത്തിച്ചു. അതിൻ്റെ ഒപ്പം ഹീറ്റ് സീക്കിങ്, ഈ തോക്ക് പോലുള്ള തെർമോമീറ്റേഴ്സ് ഇല്ലേ, so you don't get contaminated, you can point the gun at her forehead and get the temperature reading. അത് മേടിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് എയർപോർട്ടിലേക്ക് വേണ്ടി ഹീറ്റ് സീയിങ് സ്കാനേഴ്സ്, അപ്പോൾ പ്ലെയിനിൽ നിന്ന് ഇറങ്ങുന്നവർ ഈ അസുഖം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ അറിയാൻ വേണ്ടി സർക്കാരിന് ഇതെല്ലാം ഞാൻ കൊടുത്തിട്ട് ശ്രീ പിണറായി വിജയൻ അടക്കം വീഡിയോയിൽ പറഞ്ഞ ഒരു വീഡിയോ യൂട്യൂബിൽ ഇപ്പോൾ ഒരു സെർച്ച് ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ മീ ഫോർ ഹാവിംഗ് ഡൺ ദിസ്. ഇത് അല്ലല്ല, WHO അതൊക്കെ ദേശീയ സ്ഥിതിയിൽ വേറെ വിഷയത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു. ഇത് ഇമ്മീഡിയറ്റ് റിലീഫ് ഫോർ തിരുവനന്തപുരം ഞാൻ ചെയ്തില്ല. അതുപോലെ തന്നെ സൈക്ലോൺ നോക്കി വന്നപ്പോൾ ഞാനാണ് അവിടെ പ്രസിഡന്റ് എല്ലാ എൻ്റെ ഫോണിൽ തന്നെ മന്ത്രിമാരെയൊക്കെ വിളിച്ചിട്ട് സഹായം നമ്മളുടെ ഈ സൈക്ലോണിൽ പെട്ടുപോയ മത്സ്യത്തൊഴിലാളികളെ സഹായിച്ചത്. അപ്പം ഇത് പറയുന്നത് എന്താണ്, നമ്മളുടെ നാടിന് വേണ്ടിയിട്ട് ഇനി നാളെ എന്ത് പ്രതിസന്ധി വരും വി കാൻ നോട്ട് പ്രിഡിക്റ്റ്. പക്ഷെ എന്ത് വന്നാലും കഴിവുള്ള MP നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്കറിയാം, സമ്പർക്കം ചെയ്യുന്ന MP നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം 1992 പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു MP രാഘവൻ മന്ത്രിയായിരിക്കുമ്പോൾ. 2009 ഞാൻ MP ആയപ്പോൾ ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അച്യുതാനന്ദൻ ടെൻഡർ ഇറക്കിയത് ഒക്കെ ഡിസ്ക്വാളിഫൈഡ് ആയി, ബിക്കോസ് ദേ വർ ചൈനീസ് കമ്പനീസ്. അപ്പോൾ 2011 മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്ന ശേഷം അദ്ദേഹം വീണ്ടും ടെൻഡർ ഇറക്കി, ആരും ബിഡ് ചെയ്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചാൽ പറ്റൂ, അല്ലെങ്കിൽ ഇതൊരു നാണക്കേടാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി നിങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു. ഭാഗ്യത്തോടെ ശ്രീ അഡാനിയെ ഒരു എയർപോർട്ട് ക്യൂവിൽ കണ്ടു, പ്ലെയിനിൽ കയറാൻ. അദ്ദേഹത്തെ പിടിച്ചു. ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ബിഡ് ചെയ്തില്ല? അദ്ദേഹം എന്തിനാണ് ബിഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്ലെയിനിൽ കയറി നമ്മൾ പറയാൻ. പ്ലെയിനിൻ്റെ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്ത് ഓരോരോ ഗുണങ്ങളും വിഴിഞ്ഞത്തിൻ്റെ അധ്വാനം ചൂണ്ടിക്കാണിച്ചിട്ട് ഫ്ലൈറ്റ് എൻ്റെയും അദ്ദേഹം പറഞ്ഞു, ശരി ഞാൻ പ്ലെയിനിൽ ഇറങ്ങിയേ ഉള്ളൂ, എൻ്റെ കമ്പനിക്ക് ഞാൻ ഫോൺ ചെയ്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പോവാണ് ഈ ടെൻഡർ ഡോക്യുമെന്റ്സ് മേടിക്കാൻ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാലിഡ് ബിഡ് സർക്കാർ അക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് ഈ നാടിന് വികസനം വേണ്ടി വാദിച്ചൊരു വ്യക്തി ഉണ്ട്. ചിലത് ഇനിയും തുടർന്ന പ്രവർത്തനമാണ്, അത് ഇത്ര വേഗം പൂർത്തിയാവില്ല. ഐ ഹാവ് ടു കണ്ടിന്യൂ ഫോളോയിങ്. വിഴിഞ്ഞം ഡയറക്ടർ ബോർഡ് അംഗമാണ്. ഇന്റർനാഷണൽ എയർപോർട്ടിന് കണക്ടിവിറ്റി ഇനിയും ചില ഇംപ്രൂവ്മെന്റ്സിന്റെ ആവശ്യമുണ്ട്. ഇതെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ഇനി പുതിയ അവസരങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ, ഐ വോണ്ട് ടു സീ ട്രിവാൻഡ്രം ബിക്കമിങ് എ നോളജ് ഹബ് ഫോർ കേരള. അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമദേശ ഏരിയയിൽ, പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര, പാറശാല, ആ സൈഡിൽ ഒരു വലിയൊരു ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റലും ഒരു ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാൻ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് പലരെയും ഇൻട്രസ്റ്റ് കൊണ്ട്. നമ്മൾ കേരളത്തിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്, സർക്കാരിൻ്റെ വലിയൊരു സഹകരണം കാര്യത്തിൽ കാണുന്നില്ല. പലരും, ഞാൻ ഒരു കാലത്ത് ഐക്യരാജ്യസഭ വിട്ടിട്ട് ഇവിടെ വരുന്ന മുമ്പ് ഒരു കേരളത്തിന് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട്, നോൺ പൊളിറ്റിക്കൽ ആയിട്ട് അച്യുതാനന്ദ സർക്കാരായിരുന്നു. ഞാൻ പറഞ്ഞു, കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി. ആ കാലത്തെ ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ എൽമറും കറിയും ന്യൂയോർക്കിൽ വന്നപ്പോൾ എൻ്റെ സ്വന്തം ചെലവിൽ ഞാനൊരു ഡിന്നർ നടത്തി. ഒരു 40 ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒപ്പം അദ്ദേഹത്തെ പ്രസന്റേഷൻ ചെയ്യാനും കേരളത്തിൽ ഗുണം പറഞ്ഞത്. ഒരൊറ്റ മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്തില്ല. എല്ലാവരും ഫോൺ ചെയ്ത് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ല? എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് ഭയമുണ്ട്, കേരളത്തിൽ ചുവന്നക്കൊടി കാണിക്കും, രാഷ്ട്രീയം പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയിൽ ചെയ്ത് നിങ്ങൾ ലാഭമാണ്. അവർ പറഞ്ഞു, പോട്ടെ, ഞങ്ങൾ തമിഴ്നാട്ടിൽ പോയി ഒരേ ഫാക്ടറി കെട്ടിയാൽ മലയാളി പ്രവർത്തകർ അവിടെ ബോർഡർ ക്രോസ് ചെയ്ത് വരും, പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരൊപ്പം വരില്ല. അതാണ് നല്ലത്. മറ്റുള്ള അവർ അങ്ങനെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. അപ്പോൾ നമുക്ക് ഈ രാജ്യത്തിൽ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസ് ബിസിനസ്സിന് വേണ്ടി കൊണ്ടുവരണം. എനിക്ക് അതിനെക്കുറിച്ച് പല ഐഡിയാസും ഉണ്ട്. ചില ഞാൻ പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ്, നേരമില്ലാത്ത കാരണം കൂടുതൽ പറയുന്നില്ല. പക്ഷെ അത് 2026 സ്റ്റേറ്റ് ഗവൺമെന്റ് ഇലക്ഷന് വരുമ്പോൾ ഐ ബി ഹാപ്പി ടു മീറ്റ് യു ഓൾ അഗൈൻ. നമ്മൾ വീണ്ടും സംസാരിക്കുക, കേരളത്തിന് മാറ്റം കൊണ്ടുവരും. ലോക്സഭയിൽ ബന്ധപ്പെട്ടതല്ല. ബിസിനസ്സോ ഇൻഫ്രയോ ഹെൽത്തോ ഇതൊന്നും മാത്രമല്ല, അത് മാൻ ഹിംസെൽഫ് ഹാസ് സെഡ് ദാറ്റ് ആൾക്കാരുടെ നന്മ, ആൾക്കാരുടെ വെൽബീയിങ് തന്നെയാണ് വികസനം എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. അടുത്ത ചോദ്യം ഇവിടെ. Libby, hi. So my question here is waste management on the urban side, ഇപ്പോഴും ഒരു burning issue. അത് എങ്ങനെ നമുക്ക് tackle ചെയ്യാൻ പറ്റും? What is the plan of action that you have? That was one of the things I had wanted Barcelona to do. അവർ ഭയങ്കര വേസ്റ്റ് മാനേജ്മെന്റ് പ്രോബ്ലം അതിനൊക്കെ സോൾവ് ചെയ്തിട്ടാണ്. ചില അണ്ടർഗ്രൗണ്ട് ഇൻസിനറേറ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കി, അതിന്റെ ടെക്നോളജി നമുക്ക് ഇവിടെ ഇല്ല. നമ്മൾ വെളുപ്പൽശാല കെട്ടിയപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ എന്ത് പറ്റിയത്. ജനങ്ങൾക്ക്
ആ പിന്നെ വേസ്റ്റ് വിലപ്പുറശാല എത്തുമ്പോൾ അത് ഗ്രൗണ്ട് വാട്ടർ ലീച്ച് ചെയ്തിട്ട് ആൾക്കാർക്ക് അസുഖം വരാൻ തുടങ്ങി വെള്ളം കുടിച്ചിട്ട്. അതുപോലെ തന്നെ ഫിൽട്രേഷൻ പ്ലാന്റ് വെക്കാത്ത കാരണം സ്മോക്ക് ഫ്യൂംസ് ഒക്കെ ആൾക്കാർക്ക് ചുമയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ജനങ്ങൾ സമരം നടത്തിയ പ്ലാന്റ് അടുപ്പിച്ചത്. ഇത് അനാവശ്യമാണ്. ഇതേ പ്ലാന്റ് ഡൽഹിയിൽ ഒരു പ്രശ്നമില്ല. കാരണം അവരെല്ലാം ലീച്ച് ട്രീറ്റ്മെന്റും ഫിൽട്രേഷനും ചെയ്ത ശേഷമാണ് അവർ പ്ലാന്റിനെ കമ്മീഷൻ ചെയ്തത്. പക്ഷെ നമ്മൾക്ക് കഴിവില്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം വന്ന കാരണം അവർ അൺഫോർച്ചുനേറ്റ്ലി ഈ ലീച്ചേറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അവർ ചെയ്തില്ല, ഫിൽട്രേഷൻ സിസ്റ്റമും ചെയ്തില്ല. ഈ ബേസിക് ഇൻസിനറേറ്റർ കെട്ടിയോടെ അവർ കമ്മീഷൻ ചെയ്തു. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശരിക്കും രീതിയിൽ ചെയ്യണം. രണ്ടാമത്തത് പല ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ അത് 100% നടക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഏത് പാതയിൽ പോയാൽ ആൾക്കാർ മാലിന്യം കിടക്കുന്നത് കാണാം. നാഷണൽ ഹൈവേ കെട്ടുമ്പോൾ ആ നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെന്നോട് എപ്പോഴും പറഞ്ഞൊരു പരാതിയായിരുന്നു, അവരെ എല്ലാ ദിവസവും രാവിലെ പ്രവർത്തിക്കാൻ വരുമ്പോൾ വല്ലവരും അവർ റബ്ബിഷ് ബാഗ്സിനെ അവരെ കൺസ്ട്രക്ഷൻ ആയിട്ട് എറിഞ്ഞിട്ടുണ്ട്. ഇതാണ് വല്ലവർക്കും അവർ പ്രൈവറ്റ് ഭൂമിയിൽ ഒരു വീടില്ലെങ്കിൽ കെട്ടിടമില്ലെങ്കിൽ അവർ ആൾക്കാർ മാലിന്യം അറിയാണ്. അതിനെ മാറ്റാൻ വേണ്ടി നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കലി എക്സ്റ്റെൻഡഡ് ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് മാനേജ്മെന്റും വേണം. ഒരു ഡീസന്റ് സൈസ് ഹൈ ക്വാളിറ്റി ഇൻസിനറേറ്റർ ഐഡിയലി അണ്ടർഗ്രൗണ്ട് വേണ്ടി വരും. അതിനുവേണ്ടി പല ടെക്നോളജീസ് ഉണ്ട്. പിന്നെ വേസ്റ്റ് റീസൈക്ലബിൾ വേസ്റ്റിന്റെ ചില പദ്ധതികൾ അതിനെ മാറ്റിയിട്ട് ഫോർ എക്സാമ്പിൾ പിന്നെ റോഡ് ടാറിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാവും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ റീസൈക്കിൾ ചെയ്ത് പ്ലാസ്റ്റിക്കിനൊക്കെ റീസൈക്കിൾ ചെയ്തിട്ട് പേപ്പർ മുതൽക്ക് കുപ്പായങ്ങൾ വരെ ഉണ്ടാക്കാനുള്ള ടെക്നോളജീസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ മാലിന്യത്തിനെ ഒരു പോസിറ്റീവ് ആസറ്റായിട്ട് ആക്കാൻ അനുസരിച്ച് നെഗറ്റീവ് ചെയ്യണം. ഇത് നമ്മൾ ചെയ്തത് പോരാ. ഞാൻ ഇതൊക്കെ എൻകറേജും ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ MP ലാൻഡ് ഫണ്ട് വഴിക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ റീസൈക്ലിംഗ് മെഷീൻ സ്ഥാപിച്ചു. അത് കുറച്ചൊക്കെ സമയത്ത് പ്രവർത്തിച്ച് അതിന് പൊളിഞ്ഞു. MP ലാൻഡ് ഫണ്ട് റൂൾ പ്രകാരം ഐ കനോട്ട് ഡു ദ മെയിൻ്റനൻസ് മസ്റ്റ് ബി ഡൺ ബൈ ദി റെയിൽവേ സ്റ്റേഷൻ. അവരെന്ത് ചെയ്തില്ല, അപ്പോൾ അത് ഉപയോഗമില്ല. ചില ഗ്രാമദേശത്തിൽ ചിലവർ റീസൈക്കിൾഡ് ഈ ബോട്ടിൽസ് ഇല്ലേ, പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് വേസ്റ്റ് മെറ്റീരിയൽസ് സ്റ്റഫ് ചെയ്തിട്ട് അത് കല്ല് പോലെയാവും. എന്നിട്ട് ആ കല്ലിന്റെ പകരം ചില പാർക്ക് കെട്ടുമ്പോൾ മതിലൊക്കെ കെട്ടാൻ വേണ്ടി ഈ ബോട്ടിൽസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു പദ്ധതിയുണ്ട്. ഞാൻ അതിനെ പോയിട്ട് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തിട്ട് എൻകറേജ് മോർ ഓഫ് ദിസ്. സസ്റ്റൈനബിലിറ്റിന്റെ ഏത് പ്രോജക്ട്സിനെ കുറിച്ച് എന്നെ വിളിച്ചാൽ എന്നെ അറിഞ്ഞാൽ അത് ഞാൻ ഉടനെ പോയി അതിന് ഉദ്ഘാടനം ചെയ്യാനോ പ്രകാശനം ചെയ്യാനോ പ്രസംഗിക്കാൻ ഞാൻ പോകും. താങ്കൾ പറയണ ആവശ്യം ഭയങ്കര അത്യാവശ്യം തന്നെയാണ്. പക്ഷേ ഐഡിയലി അഗെയിൻ ഇത് സംസ്ഥാന സർക്കാർ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നഗരത്തിന്റെ വികസനം വേണ്ടി നമ്മൾക്ക് അവസരം കിട്ടിയാൽ. പക്ഷെ 45 വർഷം ഒരേ പാർട്ടിയാണ് നഗരസഭ നയിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇപ്പോൾ 8 വർഷമായി ഒരേ പാർട്ടി നയിക്കുന്നു. ആ സ്ഥിതിയിൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിനൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആവേണ്ടി വരും. നമ്മുടെ നേരം കുറച്ച് താമസിച്ചു പോയി. എനിക്ക് ഇനിയും ഒരു 5 ചടങ്ങുണ്ടെന്ന് വൈകുന്നേരം. അതാ പ്രശ്നം. അതിൽ ഒന്ന് പിന്നെ 5ാമത്തെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അതിന് 1ാമത്തെ ആക്കാൻ പോകുന്നത് ഒരു മീറ്റ് കാൻഡിഡേറ്റ്സ് ഫോറമാണ്. 7 മണിക്കായിരുന്നു മാതൃഭൂമി. അപ്പൊ അവിടെ മറ്റേ സ്ഥാനാർത്ഥികൾ വന്നിട്ട് ഞാൻ വന്നിട്ട് ഇതുവരെ എല്ലാവരുടെയും ഞാൻ പോകുന്നുണ്ട്. പക്ഷെ മറ്റേ സ്ഥാനാർത്ഥികൾക്ക് എന്നെ ഡിബേറ്റ് ചെയ്യാൻ ഇതുവരെ ധൈര്യം ഉണ്ടായിട്ടില്ല. ഇതുവരെ ഞാൻ എപ്പോഴും ആവശ്യപ്പെട്ടിട്ട് അവർ ചെയ്തിട്ടില്ല. അപ്പൊ ഈ തവണ നോക്കി ഞാൻ വൈകിയ സമയത്ത് അവർ എത്തിയാൽ എനിക്ക് മോശമായിരിക്കും. അതുകൊണ്ട് എനിക്ക് പോണ്ടി വരും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Very good evening, Dr. Tharoor. So I think we should give a round of applause to him for taking this time, this busy schedule, to be with us at the news and trying to limit a small group, but hello, yeah. Every politics he came here to converse, so he deserves a good round of applause. Thanks. What's your name? Ramu. My name is Hi, Ramu. Yeah. So, Dr. Tharoor, my question is right. So I have 3 questions, but I'll just stick to one idea, right? So. I think in a nation, right, we need capable candidates to represent the constituency. Exactly. Especially when you represent India from Trivandrum. So, my question is, right, are you... Good. Yeah. Are you going to protect yourself as a chief minister? When can we... Can we see you in 2026 as the next chief minister of Kerala? Look, right now I'm running for the national parliament because I believe there is a real need in our country to change the government in Delhi, in particular to preserve the diversity of India, to preserve our multi-religious, multi-caste, multilingual existence as a country that is pluralist. മലയാളത്തിൽ മതേതരത്തെക്കുറിച്ച് സംസാരിക്കും. പക്ഷെ അത് മാത്രമല്ല, ബഹുസ്വരതയാണ് എൻ്റെ മുദ്രാവാക്യം. നമ്മളെല്ലാവരും സ്വരങ്ങൾ കേൾക്കാനുള്ള അവസരം ഉണ്ടാവണം ഈ ഭാരതത്തിൽ. അത് ഇപ്പോൾ നമ്മൾ ഭരിക്കുന്നവർ അവർ വിശ്വസിക്കുന്നില്ല, അതിനെ അവർ തടുക്കുന്നു എന്നാണ് എനിക്ക് ഒരു വലിയൊരു ബുദ്ധിമുട്ടും വിഷമം തോന്നുന്നത്. സോ എൻ്റെ രാഷ്ട്രീയ നിലപാട് ഭാരതത്തിന് തിരുവനന്തപുരത്ത് ശബ്ദം കേൾപ്പിക്കൽ മാത്രമല്ല,
നിങ്ങളുടെ ശബ്ദം ഈ വിഷയത്തിൽ ഓൺ യുവർ ബിഹാഫ് ഐ എം സ്പീക്കിംഗ് ഫോർ ദിസ് ഇന്ത്യ ആൻ ഇൻക്ലൂസീവ് ഇന്ത്യ. അതാണ് എൻ്റെ മുദ്രാവാക്യം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ലോക്സഭയിൽ മത്സരിക്കുന്നത്. അഥവാ ദുർഭാഗ്യത്തോടെ ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ വന്നില്ല, എനിക്ക് നല്ല ഐ എം വെരി കോൺഫിഡൻറ്റ് ഞങ്ങൾ ജയിക്കും. ഈ തവണ BJP തോൽക്കും. ജനങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഇവരുടെ പെരുമാറ്റം കണ്ടിട്ട് ശരിക്കും അവർ മനസ്സ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യലും ഡൽഹിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല ഒരു ദേശീയ പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷനും കൂടിയായ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നത് അതൊക്കെ ഭയത്തിന്റെ തെളിവാണ്. BJPക്ക് തന്നെ മനസ്സിലാക്കി ഈ തവണ അവർക്ക് ഭൂരിപക്ഷമില്ല. അപ്പോൾ ഐ തിങ്ക് വി വിൽ വിൻ. ബട്ട് ഇഫ് വി ഡോണ്ട് വിൻ ഫോർ എനി റീസൺ then my intention will be to focus much more on Kerala. മുഖ്യമന്ത്രി തീരുമാനമൊക്കെ അത് ആ സമയത്ത് വരും, പാർട്ടിയും ജയിക്കുന്ന MLA-മാരോട് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഞാൻ ഇവിടേക്ക് ഈ ഭരണമാറ്റം കൊണ്ടുവരാനും കേരളത്തിൽ നന്നാക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രദ്ധയും എല്ലാ സമയവും ആവശ്യമുള്ള ജനങ്ങളുടെ ഇറങ്ങി കാര്യങ്ങൾ പറയണമെന്നും അതൊക്കെ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഈ അടുത്ത 2 വർഷക്കാലം ഒന്നുമല്ലെങ്കിൽ ഞങ്ങൾ ഡൽഹിയിൽ ഭരണം എടുത്തെടുക്കും, അല്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ട് ഇവിടെ ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ രണ്ടും. അത് കാണാം, നിങ്ങളുടെ കയ്യിലാണ്. വോട്ട് ഇസ് ഇൻ യുവർ ഹാൻഡ്സ്. നിങ്ങളാണ് തീരുമാനിക്കാൻ പോകുന്ന അവസാനത്തിൽ വാട്ട് ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ ആൻഡ് ഓഫ് കേരള. താങ്ക് യു. Thanks for the update. Even though you haven't answered the question, we understood. What is that you meant? Thank you so much. Thank you very much. Jai Hind. Thanks so much for seeing me. എല്ലാവർക്കും സന്തോഷം. And a special thanks to Anushri. You did a wonderful job of moderating. Really impressive. Thank you. What do you do? I am in the UK. I am in the UK, but I'm